പാലക്കാടുള്ള സ്ഥലം കച്ചവടം ചെയ്യാൻ കൊച്ചിയിലുള്ള പ്രകാശനെ സമീപിച്ചു. എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ആ പുതിയതായിട്ട് വന്ന അപരിചിതന് നമ്മളോട് എന്തൊക്കെയോ കഥകൾ പറയാനില്ലേ? എന്താ വേട്ടാ വീട്ടൻ പറയുമ്പോ എനിക്ക് ചെറിയൊരു സംശയം തോന്നുന്നുണ്ട്. എനിക്ക് ഉറപ്പാണ് അഞ്ജു, ആവണിക്കും രഘുവിനും തമ്മില് എന്തോ ബന്ധമുണ്ട്. അല്ല, ഞാൻ നാളെ ലീവ് അല്ല. ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കാര്യത്തിന് വേണ്ടി പോയതായിരുന്നെന്ന്. നാളെ 10:30 ഓഫീസിൽ മീറ്റ് ചെയ്യാം. ആ ശരി. സുധേ, ചായ കുടിക്കും. അതിന് ഞാൻ ചായ ചോദിച്ചില്ലല്ലോ. സുധേ കണ്ടാ അറിയാം, ചെറിയ ക്ഷീണമുണ്ട്, കുടിക്കും. ശരി, എന്തായാലും കൊണ്ടുവന്നല്ലേ, കുടിച്ചേക്കാം. താങ്ക് യു. നമ്മുടെ ഈ മോഹനൻ നമ്മളങ്ങനെ വിചാരിച്ച പോലത്തെ ആളല്ലല്ലേ? എന്താ പെട്ടെന്ന് അങ്ങനെ ഒരു തോന്നല്? ഈ മോഹനൻ രാത്രി ടെറസിന്റെ മുകളിൽ കയറിയുന്ന കഥയൊക്കെ അരുന്ധതി വക്കീൽ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അതുപോലെ തന്നെ ഈ അമ്പിളിയും ആവണിയും കൂടെ ഹോസ്പിറ്റലിൽ പോയത് മോഹൻ എന്തോ മോശം വർത്തമാനം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ലേ? പക്ഷെ അതല്ല എന്നാണല്ലോ ഇപ്പോൾ അരുന്ധതി വക്കീൽ പറയുന്നത്. എന്താ സുധേ? സുധയ്ക്ക് അറിയാം. നിങ്ങൾക്ക് നാണമില്ലല്ലോ ഇതും ചോദിച്ച് എന്റെ പുറകെ നടക്കാൻ. അപ്പൊ ഈ കാര്യം അറിയാനായിട്ടാണോ ഈ ആ സമയത്ത് ഈ ചായ കൊണ്ടുവന്നത്? തന്നെ അങ്ങോട്ട് ഇറങ്ങി കണ്ടുപിടിക്കണം. എളുപ്പ വഴിയും കൊണ്ട് ഇറങ്ങിയേക്കുവാ. സുധേ, ഞാൻ നിന്റെ ഭർത്താവല്ലേ? ഞാനൊരു കേസ് തോറ്റാ അതിന്റെ ക്ഷീണം നിനക്കും കൂടല്ലേ? എനിക്കൊരു നാണക്കേടും ഇല്ല. നിങ്ങൾ ഈ കേസ് തോക്കണം. എന്തൊരു തിളപ്പായിരുന്നു. ഞാൻ അത് കണ്ടുപിടിച്ചു, ഞാൻ ഇത് കണ്ടുപിടിച്ചു. ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞല്ലേ വക്കീലേ, അരുന്ധതിയെ കണ്ടാൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ കേസ് പകുതി തോറ്റ പോലാണെന്ന് പറഞ്ഞോ ഇല്ലേ? വാദം കൂടെ കഴിയുമ്പോൾ മൊത്തത്തിൽ തോക്കും. പിന്നെ പേടി മാറ്റാനായിട്ടേ ഒരു കറുത്ത ചെറു കെട്ടിത്തരട്ടോ. സുധ, ചായ കുടിച്ചു കഴിഞ്ഞോ? വല്ലോ തന്നെ. കാരണം എനിക്ക് പോലും അറിയത്തില്ല. അപ്പഴേ ഇനി അങ്ങേരുടെ അടുത്ത് പറയാൻ. അഞ്ജു, ഇതാരാണ് ഈ പുതിയ അവതാരം? ഒരു രഘു? അയാള് കുറച്ചു ദിവസം ഇവിടെ വന്നു പോകുന്നുണ്ട്. സ്ഥലക്കച്ചവടം പറഞ്ഞാ വരുന്നത്. പക്ഷെ സ്ഥലം അങ്ങ് പാലക്കാടാ. പാലക്കാട് സ്ഥലമുള്ള അയാൾ ഇവിടെ കൊച്ചിയിൽ വന്നിട്ട് എന്ത് ചെയ്യാണ്? അത് തന്നെയാ മോഹനേട്ടനും ചോദിക്കുന്നത്. പിന്നെ സരസ്വതി അമ്മ അയാളെ കണ്ട് പേടിച്ചതായി മോഹനേട്ടനൊരു സംശയം പറയുന്നുണ്ട്. ഇന്ന് ഞാനൊരു കാര്യം പറയട്ടെ. പ്രകാശൻ നാട് മൊത്തം നടന്ന് കുറെ ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ടല്ലോ. ഇനി അവരാരെങ്കിലും ഇവനൊരു പണി കൊടുക്കാൻ വന്നതാണെങ്കിലോ? അങ്ങനെ സംഭവിക്കുവോ? എന്തുകൊണ്ട് സംഭവിച്ചൂടാ? ഞാൻ പ്രകാശേട്ടനൊന്ന് വിളിച്ചു നോക്കട്ടെ. വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ അമ്മ. ഒന്നുകൂടെ വിളിക്കുക. എടുക്കുന്നില്ല. ഇനി അമ്മ പറഞ്ഞ പോലെ എന്തെങ്കിലും സംഭവിച്ചു കാണോ? എന്താ അഞ്ജു, നിന്റെ മുഖത്ത് എന്താ ഒരു സങ്കടം? പ്രകാശിട്ട് ഫോണ് വിളിച്ചിട്ട് എടുക്കുന്നില്ല. അവൻ എന്തെങ്കിലും തിരക്കിലായിരിക്കും അഞ്ജു. ഫ്രീ ആവുമ്പോ നിന്നെ തിരിച്ചു വിളിച്ചോളും. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നേ? പ്രകാശേട്ടനെ ആരെയൊക്കെ കടത്തിക്കൊണ്ട് പോയത് തന്നെയാ. പ്രകാശേട്ടനെ ലക്ഷ്യം വെച്ച് തന്നെ അയാൾ വന്നത്. അത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ആര്? രഘുവോ? ആ സ്ഥലക്കച്ചവടത്തിന് തന്നില്ലേ അയാളെ തന്നെ. ഇടി, അയാള് പ്രകാശിനെ ടാർഗറ്റ് ചെയ്താ വന്നെന്ന് നിന്നോട് ആരെയും പറഞ്ഞത്? അമ്മ പറഞ്ഞേ. എന്റെ അഞ്ജു, നീ നിന്റെ കാര്യം നോക്ക്. പ്രകാശം വേറെ വല്ല ആവശ്യത്തിനും പോയതായിരിക്കും. നീയാണോ തീരുമാനിക്കുന്നത്? പിന്നെ അമ്മയാണോ തീരുമാനിക്കുന്നത്? എന്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചാലേ അതിന്റെ തെണ്ണം ദേ ഈ എനിക്കാണ്. മനസ്സിലായ? എന്നാ അമ്മയും മോളും കൂടെ അങ്ങ് അന്വേഷിച്ചോ. ഏട്ടത്തിയുടെ സ്വന്തം ഇങ്ങനെ പോലെയല്ലേ പ്രകാശേട്ടൻ? ഒന്ന് അന്വേഷിക്കോ? ശരി, ഞാൻ നോക്കാം.
പറഞ്ഞത് കേട്ടാ? ശരി, നോക്കാന്ന്. അവരുടെ സകല കാര്യത്തിന് കൂടെ നിന്നല്ലേ പ്രകാശട്ടെ. എന്നിട്ട് ആ പ്രകാശനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു കൂസലുണ്ടോ? എന്റെ പൊന്നഞ്ചു, നീ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കും. ഒന്നുമില്ലേലും വയറ്റിലൊരു കൊച്ചുള്ളതല്ലേ, നമുക്ക് നോക്കാന്ന്. ഹലോ എടാ പ്രകാശ, നീ ഇതെവിടെയാ? എന്തു പറ്റിയായിരുന്നേ? നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അഞ്ചു കൊടുന്ന് ഭയങ്കര ബഹളമാണല്ലോ. ഞാനേ ഫ്രണ്ട്സ് ആയിട്ട് ഒരു ട്രിപ്പ് വന്നേക്കാം, 2 ദിവസം കഴിഞ്ഞ് വരുള്ളൂ. അവൾ ഇവിടെ പേടിച്ചിരിക്കുക. നിന്നെ ആ രഘു കടത്തിക്കൊണ്ടു പോയി എന്നാ അവള് പറയുന്നത്. നിങ്ങൾ ഇത്രയും കണിച്ചോറിയില്ലാത്ത സ്ത്രീയാന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ പ്രകാശനെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് തമാശ അല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ പ്രകാശനെ കണ്ടുപിടിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോവും. വേണ്ടി വന്നോ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഓഫീസറിനെ കൊണ്ട് ഞാൻ ഈ മിസ്സിംഗ് കേസ് അന്വേഷിക്കും. അതൊക്കെ വലിയ ആഡംബരമല്ലേ അഞ്ജു? നിങ്ങൾ കളിയാക്കിക്കോ. എടാ ഞാൻ സ്പീക്കറിലിടാം, നീ തന്നെ സംസാരിച്ചോ. അഞ്ജു, അത് ശരി, അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഫോൺ വിളിച്ചെടുക്കാൻ വയ്യല്ലേ? ഇങ്ങനെയാണെ നിങ്ങൾ ശരിക്കും മിസ്സിംഗ് ആകുന്ന തന്നെയാ നല്ലത്. ഇനി എന്റെ കൺമുന്നിൽ വന്നാലിട്ടല്ലോ. അല്ല, എനിക്കൊരു സംശയം, നിങ്ങൾ ശരിക്കും സഹോദരി സഹോദരൻ ബന്ധം തന്നെയാണോ? തുറച്ചു നോക്കണ്ട, ഞാൻ ഫോൺ വിളിച്ച അങ്ങനെ ഫോൺ എടുക്കാൻ വയ്യ. നിങ്ങൾ വിളിച്ചാ കൃത്യമായിട്ട് ഫോൺ എടുക്കും. നീ ആദ്യം ചോദിച്ചനെ, നിന്റെ വായിലെ പല്ല് മുഴുവൻ ഞാൻ അടിച്ച് താഴെ ഇടേണ്ടതാ. നീ ഗർഭിണി ആയതുകൊണ്ടാ നിന്നെ ഞാൻ തല്ലാത്തത്. വെറുതെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ നിൽക്കരുത്. അച്ഛനെ കിട്ടിയോ അമ്മ? അങ്ങനെ എങ്ങോട്ടേലും പോട്ടെ, എന്റെ കൺമുന്നിൽ കണ്ടാലിട്ടല്ലോ. അമ്മ എന്താ സംഭവം? പ്രകാശൻ ഇവളോട് പറയാതെ കൂട്ടുകാരോട് ടൂറോ മറ്റോ പോയി. അതാ അഞ്ചു വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്. കള്ള പ്രകാശൻ എന്നെ കൂട്ടാതെ പോയല്ലോ. പല തവണയായി അങ്ങേരി ഈ പണി കാണിക്കുന്നു. അങ്ങേർക്ക് ഇത് എന്റെ ഫോണിൽ വിളിച്ചാ? എടി അഞ്ചു, പ്രകാശിനെ വിളിച്ചിട്ട് കിട്ടിയായിരുന്നോ? അങ്ങനെ ഞാൻ വിളിച്ചാൽ മാത്രമേ ഫോൺ എടുക്കാത്തുള്ളൂ. ചേട്ടത്തെ വിളിച്ചപ്പോ എടുത്തു. അമ്മ, എന്നെ പറ്റി മോശമായി വിചാരിച്ചാലും ഞാൻ ഓപ്പണായ ഒരു കാര്യം പറയാം. എനിക്കിതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല അമ്മ. എനിക്കും ഇതൊന്നും അത്രക്ക് ഇഷ്ടപ്പെടുന്നില്ല. കുറെ നാളായി ഏട്ടത്തിനെയും കളി. കൊടുക്കുന്നുണ്ട് ഞാൻ അവന്. എപ്പോഴും വരുന്നല്ലോ പറഞ്ഞ. ഞാനൊന്നും സംസാരിച്ചില്ല അമ്മ, അവരുടെ ഫോണിലെ വിളിച്ച്. അത് കണ്ടപ്പോ തന്നെ ഞാൻ കട്ട് ചെയ്തു. ഇത് പല തവണയായമ്മ. അമ്മ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും അവിടുത്തെ കാര്യങ്ങളൊന്നും എന്നെ വിളിച്ചിട്ടല്ലേ പറഞ്ഞത്, ഏട്ടത്തെ വിളിച്ചിട്ടാ പറഞ്ഞത്. ഇത് ഞാൻ ചോദ്യം ചെയ്തപ്പോഴേ അവരെന്നോട് പറയാ, നീ ഗർഭിണിയായോണ്ടാ ഞാൻ നിന്നെ അടിക്കാത്തത്. അമ്മ, എനിക്ക് ഈ വീട്ടിൽ ഒരു വിലയും ഇല്ലേ? ഞാൻ അമ്മയുടെ മരുമോളല്ലേ? എടി ഇങ്ങോട്ട് വന്നേ. എന്താ അമ്മ? നീ ഇവിടെ തല്ലുന്ന് പറഞ്ഞ? ഇവക്കിട്ടൊരെണ്ണം പൊട്ടിക്കണം എന്ന് എനിക്കുണ്ട്. പിന്നെ ഗർഭിണി ആയതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചതാ. ഇല്ല, നീ അവളെ തല്ലോ? അതിലെന്താ ഇത്ര സംശയം? ഞാൻ അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ ഒരിക്കലും ഇവിടെ തല്ലിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇനിയും ഒന്ന് പൊട്ടിക്കാൻ എനിക്ക് മടിയൊന്നുമില്ല. എന്റെ അഞ്ജു, ഈ അമ്മ തരുന്ന ധൈര്യം വെച്ചോണ്ട് നീ എന്റെ അടുത്തോട്ട് വരില്ലേ? അവസാനം വാങ്ങിച്ചു കൂട്ടുന്ന മുഴുവൻ നീ ആയിരിക്കും. പിന്നെ പ്രായത്തിന്റെ പരിഗണന അമ്മയ്ക്ക് കിട്ടുന്നോണ്ട് അമ്മ സേഫാ. അതും ഒരു ലിമിറ്റ് കഴിയുന്നത് വരെ. അത് കഴിഞ്ഞ അമ്മയും സേഫ് അല്ല.
അമ്മ ഇത് ഭീഷണിയൊന്നും അല്ല കേട്ടോ. ഞാൻ കാര്യം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എന്തേലും ചെയ്തു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്നാ പിന്നെ ഞാൻ ചെന്ന് ഭക്ഷണം കഴിക്കട്ടെ. നല്ല വിശപ്പ്. നിങ്ങൾ കഴിച്ചായിരുന്നോ? കഴിച്ചു കാണുമായിരിക്കും അല്ലേ? ശരി. പറഞ്ഞിട്ട് പോയത് വല്ലതും കേട്ടാ? കുന്തം വിഴിഞ്ഞ പോലെ നിക്കണുണ്ടല്ലോ. അവരെത്രയും പറഞ്ഞിട്ട് അമ്മ ഒന്നും തിരിച്ചു പറഞ്ഞില്ലല്ലോ. പറഞ്ഞതിനെ മറുപടി പറഞ്ഞല്ല യശോദ നമുക്ക് ശീലം. ചെയ്താണ്. ചെയ്ത് കാണിച്ചു തരാം കേട്ടാ. സംശയം ഉണ്ടോ? എന്തു പറ്റിയമ്മ? ഒന്നുമില്ലടാ. താഴെ അഞ്ചുവും വല്ലാതിരിക്കുന്നു, അമ്മയുടെ മുഖവും വല്ലാതിരിപ്പുണ്ട്. എന്താ പ്രശ്നം? നീ ഒരുത്തിയെ കെട്ടിയെഴുന്നള്ളിച്ച് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അവള് തന്നെ പ്രശ്നം. രണ്ടുപേരുന്ന് കാര്യം പറയൂ. ഏട്ടാ, അമ്മ ഇനി ഏട്ടത്തി എന്തേലും പറഞ്ഞ അവരമ്മയും തല്ലുന്നു അറിഞ്ഞു. അവൾ അങ്ങനെ പറഞ്ഞാ? പറഞ്ഞു. ഡീ, ആ 3 പേരുണ്ടല്ലോ. സ്റ്റെപ്പിൽ വല്ല എണ്ണ ഒഴിച്ചിട്ടിട്ടുണ്ടോ എന്നെ വീഴ്ത്താൻ? കഴിഞ്ഞ പ്രാവശ്യം എന്നെ വീഴിക്കാൻ എണ്ണ ഒഴിച്ചു വെച്ചിട്ട് അടിച്ചു തല്ലി വീണത് അമ്മയാ. അല്ലേ അഞ്ജു? ഞാനൊന്നും അല്ല. നീ അല്ലെങ്കിൽ പിന്നെ എനിക്ക് ബോറടിച്ചപ്പോഴേ ഞാൻ തന്നെ എണ്ണ ഒഴിച്ച് അതിൽ തെന്നി വീഴാൻ പ്ലാൻ ചെയ്തതായിരിക്കും. കഷ്ടകാലത്തിന് അതിൽ പോയി വീണത് അമ്മയായിരിക്കും. അങ്ങനെയാണോ അഞ്ജു? മതിയാക്കടി. നീ എന്താ ഇവിടെ എല്ലാരും ഭരിക്കാൻ നോക്കുകയാണ്? നിന്റെ അച്ഛൻ്റെ വിചാരം എന്താ? അയാള് എന്നെ ഭീഷണിപ്പെടുത്തുന്നു, ഇവളെ ഭീഷണിപ്പെടുത്തുന്നു. അതെപ്പോ? ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. ശരിക്കും കാണാനും പറ്റിയില്ല. നല്ലപോലെ കിട്ടിക്കാണല്ലേ അച്ഛൻ്റെ അടുത്തുനിന്ന്. നിങ്ങളുടെ അച്ഛന്റെ നല്ല കാലത്തിനാ അങ്ങേര് ഇവിടുന്ന് പോയത്. അങ്ങേരോ? ആരാടി നിന്റെ അങ്ങേര്? അച്ഛനെ പറ്റി പറയുമ്പോ അച്ഛന് തന്നെ പറയണം, അല്ലാതെ അങ്ങേര് അയാളെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ. ഇപ്പൊ നിന്റെ അച്ഛനോടില്ലല്ലോ, ഇനി നിന്നെ ആരുടെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റേ? നിന്റെ സുതയാ. എന്നെ ആരും സപ്പോർട്ട് ചെയ്യണ്ട. എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞാലേ എൻ്റെ അച്ഛൻ പറന്നു വരും. അച്ഛനെ കുറിച്ച് ഇനി ഞാനായിട്ട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരണ്ടല്ലോ. ഏകദേശം ഒരു ധാരണ എല്ലാവർക്കും കിട്ടി കാണും. വെറുതെ എന്തിനാ അച്ഛനെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നത്? നിങ്ങൾ താങ്ങത്തില്ല. മോഹന, ഒരു തവണ നീ ഇവിടെ ഇറക്കി വിട്ടപ്പോ ഞാൻ തടഞ്ഞു. പിന്നൊരു തവണ നമ്മൾ രണ്ടും കൂടെ ഇറക്കി വിട്ടപ്പോ പിള്ളേര് തടഞ്ഞു. ഇപ്പോ ഞാൻ തടയില്ല, പിള്ളേരും ഇല്ല. ഏട്ടത്തി ഏട്ടത്തി എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് വരാൻ എന്റെ കെട്ടിയോനും ഇല്ല. എന്നാ പിന്നെ ഈ അവസരം അങ്ങോട്ട് മുതലാക്കിയാലോ മോഹന? ശരിയാ അമ്മ, ഇവരെ അടിച്ച് വെളിയിൽ കളയാൻ പറ്റിയ അവസരം. എന്താ അഞ്ജു, നിനക്ക് ഇത്രയും ചിന്തിക്കാനുള്ള ബുദ്ധിയുള്ളൂ? അമ്മ പറയമ്മ, എന്താ വേണ്ടതെന്ന്. നീയല്ലേ പറഞ്ഞത് ഇവളുടെ അച്ഛനും അമ്മയില്ല, പിള്ളേരില്ല, സഹായത്തിന് പ്രകാശനുമില്ല. അപ്പൊ പിന്നെ
ഇവളെ ഇറക്കി വിടുന്നതിലും നല്ലതല്ലേ ഇവളെ അങ്ങോട്ട് ആരും കാണാതിരിക്കുന്നത്. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? ആവണിയെ കാണാനില്ല. വീട്ടില് ഭർത്താവുമായിട്ട് കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ. ആവണിയുടെ പരപുരുഷ ബന്ധം ഭർത്താവ് കയ്യോടെ പിടിച്ചു. അതിന്റെ പേരിൽ ഡൈവോഴ്സിന്റെ വക്കീലാണ് രണ്ടുപേരും. അതിനിടയിൽ ആവണിയെ കാണാതാകുന്നു. ആവണിക്ക് എന്ത് സംഭവിച്ചെന്ന് പുറം ലോകം അറിയരുത്. അവൾ അവളുടെ കാമുകന്റെ കൂടെ പോയി, അങ്ങനെ അറിഞ്ഞാൽ മതി. ആരെയോ കാണാൻ ആരും അറിയാതെ അവൾ പോകുന്നുണ്ടല്ലോ. അവന്റെ തലയിലോട്ട് നമ്മൾ വെച്ചു കൊടുക്കാം. അഞ്ജനും മോഹനും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായമ്മ. എന്നാ പിന്നെ എന്ത് നോക്കി നിൽക്കുവാണ്? പിടിക്കവളാ. ഈ ഇടി നിങ്ങളെ ഇടിക്കാൻ എനിക്ക് അറിയാൻ പാടില്ലായിട്ടല്ല. നാണോ ഇല്ലല്ലോ, കൊല്ലാൻ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മോഹന, നിങ്ങൾക്ക് 3 പേർക്കും കൂടി എന്നെ കൊല്ലാൻ പറ്റുമെന്ന്? മുൻപ് പ്രകാശിന്റെ പ്രശ്നം ഉണ്ടായപ്പോ നിങ്ങളെ കെട്ടിയിട്ടിട്ടല്ലേ കുറെ ഗുണ്ടകൾ എന്നെ തല്ലാൻ നോക്കിയത്? എന്നിട്ട് അവർക്ക് തല്ലാൻ പറ്റിയോ? അമ്മ നോക്കിയും കണ്ടൊക്കെ ഇരിക്ക്. എനിക്ക് വരുന്ന ദേഷ്യത്തിന് ഞാൻ എന്തെങ്കിലും ചെയ്തു പോയാ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ചിലപ്പോ ചെയ്തു പോവും. അവസാനം പുറത്തു വരുന്ന വാർത്ത പാവ അമ്മായിയമ്മേ ദുഷ്ടയായ മരുമകൾ തള്ളിയിട്ട് കൊല്ലാൻ നോക്കി എന്നുള്ളതായിരിക്കും. പുറം ലോകം അറിയുന്നില്ലല്ലോ നിങ്ങളുടെ സ്വഭാവം. ഡേ, നീ ചിന്തിക്കുന്ന എന്താന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഞാൻ പറഞ്ഞ ഐഡിയ കൊള്ളാന്നല്ലേ? എന്നെ കൊടുക്കാൻ അമ്മയെ തള്ളിയിട്ട് അത് എന്റെ തലയെ കെട്ടിവെക്കാൻ ഇവള് മടിക്കില്ല. അമ്മ സൂക്ഷിച്ചോ. അമ്മ സൂക്ഷിച്ച അമ്മയ്ക്ക് കൊള്ളാം, അത് ഓർമ്മയിരിക്കട്ടെ. മൂന്നും കൂടെ ആരുമില്ലാത്ത നേരത്ത് കൊല്ലാൻ വന്നേക്കുന്നു. അമ്മ ഒന്ന് പോരാ.
എക്സസൈസ് ഒക്കെ ചെയ്യണം. കൈയുടെ പവറൊക്കെ കുറഞ്ഞു തുടങ്ങി. എന്താ അമ്മ ഒറ്റയ്ക്കൊന്ന് സംസാരിക്കുന്നേ? ആ, രണ്ടിനെയും കാണാനില്ലല്ലോ. എവിടെ ആയിരുന്നു? സ്കൂളൊക്കെ തുറക്കാൻ പോവല്ലേ, അതാണ് ഞങ്ങൾ മാക്സിമം അടിച്ചു പൊളിക്കുക. നമ്മുടെ കൈക്കും പറ്റി? ഓ, കൈക്കൊന്നുമില്ല, ഞാനും അടിച്ചു പൊളിക്കായിരുന്നു. എടാ, നീ 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഇങ്ങ് പോന്നോ? ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലായി. അതാ പ്രോഗ്രാം പകുതി വഴിക്ക് നിർത്തിയാ വന്നേ. എന്നെ കൂട്ടാതെ ഒറ്റക്ക് ടൂറിന് പോയല്ലേ? ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയതല്ലേ, നീ ഇത് അമ്മയോട് പറയാൻ നിൽക്കല്ലേ. വേണ്ട, അമ്മയോടൊന്നും പറയണ്ട, എല്ലാം പുന്നാര ഏട്ടത്തിയോട് പറഞ്ഞാ മതി. മക്കളെ, നിങ്ങളൊരു ബ്രേക്ക് എടുത്തോ. ഇനിയിപ്പോൾ ഇവിടെ യുദ്ധമായിരിക്കും. പോരാട്ടം കഴിഞ്ഞ് ബാക്കി ഉണ്ടാ കാണാം. എവിടെ പോകുന്നു? അവിടെ നിന്നില്ലേ? നിങ്ങൾക്കത് എന്തേലും ഉണ്ട് എന്നോട് പറഞ്ഞാ? നിന്നോട് പറയാനുള്ള കാര്യങ്ങളെങ്കിൽ ഞാൻ പറയും. ഞാനാണ് നിങ്ങളുടെ ഭാര്യ, അല്ലാതെ ഇവരല്ല. എന്തേലും ഉണ്ട് അപ്പ വിളിച്ച് പറയാൻ. അഞ്ജുവേ, നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടാതടി. നീ ആദ്യം അവന് സമാധാനം കൊടുക്ക്. അപ്പൊ അവൻ താനെ നിന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞോളൂ. ഇതെന്റെ എന്റെ ഭർത്താവിന്റെ കാര്യ, അതിനെന്തിനാ നിങ്ങൾ ഇടപെടുന്നേ? അത് ന്യായം. അത് നീ പറഞ്ഞ ന്യായം. ഇത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ലേ, അതിൽ ഞാൻ എന്തിനാ ഇടപെടുന്നേ? നിങ്ങൾ പറഞ്ഞു തീർത്തോ, ഞാൻ പോയേക്കാം. പോകാൻ വരട്ടെ. എന്താ അമ്മ? എടാ പ്രകാശ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവളതിന്റെ ഏട്ടത്തിയാണ്. ഓക്കെ, ഞാൻ സമ്മതിച്ചു. പക്ഷെ ഏട്ടത്തിയെ നീ കളിക്കേ, ഒരു പരിധിയൊക്കെ ഉണ്ട്. പക്ഷെ പുറത്തുനിന്ന് കാണുന്നവർക്കൂടെ ഇത് തോന്നണം. അമ്മ ഇവളുടെ വാക്കേട്ട് തുള്ളാൻ നിൽക്കല്ലേ. അമ്മയ്ക്ക് അറിയാലോ, ഏട്ടത്തി ഇവിടെ കല്യാണം കഴിച്ച് വന്ന മുതൽ ഇവളെ ഞാൻ കെട്ടുന്നത് വരെ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയത് ഏട്ടത്തിയാ. ഇപ്പൊ കേട്ടൊക്കെ കഴിഞ്ഞില്ലേ? ഇനി നിങ്ങളുടെ കാര്യം നോക്കാൻ ഞാനുണ്ട്. ഇനി ഏട്ടത്തി ഏട്ടത്തി എന്ന് പറഞ്ഞിരിക്കണ്ട. നിങ്ങൾ എല്ലാവരും കൂടി എന്തായി പറഞ്ഞു വരുന്നത്? അത്യപൂർവ സൗഹൃദങ്ങളാണെന്ന് പറഞ്ഞ് ഒരുത്തരുടെ കയറി ഇറങ്ങിയായിരുന്നല്ല അമ്പിളി. അവനിപ്പോ ഇവിടെ കാണാനില്ലല്ലോ. അതുപോലെ കുടുംബത്തിൽ ചീത്തപ്പേരുണ്ടാക്കി വെക്കരുത്.